നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ ആരംഭിക്കുകയാണ്. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട അറസ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് തന്നെയാണ് പ്രാമുഖ്യം. അതിലൊന്ന്, ഇന്നലെ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA. അയാൾ മാവേലിക്കര സബ് ജയിലിലാണ് റിമാൻഡ് തടവുകാരനായി. ജാമ്യാപേക്ഷ ഇന്ന് തിരുവല്ല കോടതി പരിഗണിച്ചേക്കാം. മറ്റൊന്ന്, തന്ത്രിയുമായി ബന്ധപ്പെട്ട ജാമ്യത്തിനും ശ്രമമുണ്ട്. പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഇറാനിൽ സംഘർഷം വ്യാപിക്കുന്നു, മരണം 1000 കടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ട്. അമേരിക്ക കാര്യങ്ങൾ അവിടെ കടുപ്പിക്കുന്നു എന്നും അറിയുന്നു. ഇങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ഒപ്പം സൂപ്പർ താരം വിജയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില അപ്ഡേറ്റുകൾ കൂടിയുണ്ട്. നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. SIT അപേക്ഷ ഇന്ന് തിരുവല്ല കോടതിയിൽ നൽകും. രാഹുൽ മാവേലിക്കര സബ് ജയിലിൽ തുടരുന്നു. രാഹുലിന്റെ അഭിഭാഷകനും ജാമ്യാപേക്ഷ സമർപ്പിക്കും. തന്ത്രി കണ്ഠരര് രാജീവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. തന്ത്രി റിമാൻഡിൽ തുടരുന്നു. ജാമ്യാപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. കേന്ദ്ര സർക്കാരിനെതിരായ LDF സമരം ഇന്ന് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്തിനെതിരെ സാമ്പത്തിക ഉപരോധമെന്ന ആരോപണം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ സത്യാഗ്രഹം. ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പുറപ്പെടും. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ഭക്തിസാന്ദ്രം. മകരസംക്രമം 14-ന്. ജനനായകൻ സിനിമാ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. അപ്പീൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേക്കെതിരെ. കരൂർ ദുരന്തത്തിൽ വിജയ് ഇന്ന് CBIക്ക് മുന്നിൽ. ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലെത്തി താരം. വിഴിഞ്ഞം വാർഡിലെ നിർണായക ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. സിറ്റിംഗ് വാർഡ് നിലനിർത്താൻ CPM-ഉം വാർഡ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും. കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ BJP. ഇടത് വലത് വിമതന്മാരടക്കം 9 പേർ മത്സരരംഗത്ത്. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണം ഇന്ന്. PSLV C-62 ബഹിരാകാശത്തേക്ക്. രാവിലെ 10:17-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം. ഇറാനിൽ മരണസംഖ്യ 500 കടന്നു. 10,000-ലധികം പേർ അറസ്റ്റിൽ. പ്രതിഷേധം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇറാനെതിരെ ട്രംപ് യുദ്ധത്തിനൊരുങ്ങുന്നതായി US മാധ്യമങ്ങൾ. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകണം. കഴിഞ്ഞ 2 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന വലിയ വാർത്തയാണ് രാഹുലിന്റെ അറസ്റ്റ്. 3 കേസുകൾ മൊത്തമുണ്ട് എങ്കിൽ പോലും ആദ്യത്തെ 2 കേസുകളിലും മുൻകൂർ ജാമ്യമെന്ന ആനുകൂല്യം വളരെ വിദഗ്ധമായി ഉപയോഗിച്ച ഒരു സൈക്കോ ക്രിമിനൽ. 3ാമത്തെ കേസിൽ ഇയാൾ അറസ്റ്റിലാകുന്നു. ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലാണ് ഇയാളുള്ളത്. ഇയാൾക്കുള്ള ജാമ്യ ഹർജി ഇന്ന് തിരുവല്ല കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അഭിഭാഷകൻ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക സംഘം ഇന്ന് അപേക്ഷ നൽകുന്നുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുക. തിരുവല്ല കോടതിയിൽ ഇതേ അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ മറ്റൊരു തലത്തിൽ നിയമസഭാ സ്പീക്കർ ആരംഭിക്കുമെന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാണ്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, രാഹുലിന് നിർണായകമായ ദിവസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 2 കേസുകളിലും വളരെ വിദഗ്ധമായി ഊരി വന്ന രാഹുലിന് 3ാമത്തെ കേസിലെ അതിലും വിദഗ്ധമായി പോലീസ് കൊടുക്കുന്ന പശ്ചാത്തലമൊക്കെ ഒരുങ്ങിയിരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജയിലഴിക്കുള്ളിൽ രാഹുൽ തുടരുമോ? അരുണിലേക്ക് വരണം. വിശദമായ തെളിവെടുപ്പിന് പ്രത്യേക അന്വേഷണ സംഘം ശ്രമം തുടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്, ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുൺ, വിവരങ്ങൾ.
രാഹുൽ മാങ്കൂട്ടത്തിലെ അന്വേഷണത്തിൽ വളരെ നിർണായകമായ നീക്കങ്ങൾ ഇന്ന് അന്വേഷണത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും. രാഹുലിന്റെ ജാമ്യാപേക്ഷ അടുത്ത ദിവസം മാത്രമേ കോടതിയിൽ എത്താൻ സാധ്യതയുള്ളൂ. ഇന്ന് കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുന്നുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം നിരവധി തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. 2 മൊബൈൽ ഫോണുകൾ രാഹുലിനുള്ളതായാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് ഐഫോൺ ആ ഘട്ടത്തിൽ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. രാഹുലിനെ KPM ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റഡി എടുക്കുമ്പോൾ തന്നെ രാഹുലിന്റെ ഐഫോൺ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ മറ്റേ ഒരു ഫോൺ കൂടി രാഹുലിനുണ്ട്, അത് ലഭിച്ചിട്ടില്ല. ഈ ഫോണിന്റെ ലോക്ക് മാറ്റി നൽകാനും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ വേണ്ടിവരും. ലാപ്ടോപ്പും രാഹുലിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ പെൺകുട്ടി തെളിവായി ഹാജരാക്കിയിട്ടുള്ള ചാറ്റ് അടക്കമുണ്ട്. അത്തരം കാര്യങ്ങളിലെ ആധികാരികത ഉറപ്പാക്കണമെങ്കിൽ രാഹുലിനെതിരെയുള്ള കൃത്യമായ തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതിനുള്ള നീക്കമാകും അന്വേഷണ സംഘം നടത്തുക. ഇതിൽ മാത്രമല്ല, സ്വാഭാവികമായും ഇനി മറ്റു 2 കേസുകൾ കൂടി രാഹുലിനെ ഒരുപക്ഷെ ചോദ്യം ചെയ്യേണ്ടി വരും. 2 കേസുകളിലും രാഹുലിന്റെ താൽക്കാലിക ജാമ്യം കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ രാഹുലിനെ ആ കേസുകളിലും ചോദ്യം ചെയ്യാനോ കസ്റ്റഡി എടുക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അതും വൈകാതെ ഉണ്ടായേക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അതും ഉണ്ടായേക്കും. വളരെ കൃത്യമായ നീക്കങ്ങൾ ഈ കേസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം 2 തവണ പോലീസിനെ കബളിപ്പിച്ച് പോലീസിനെ പരിഹസിച്ച് മുന്നോട്ട് പോയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ കൃത്യമായി പോലീസിനെ കസ്റ്റഡി എടുക്കാൻ, രാഹുലിനെ കസ്റ്റഡി എടുക്കാൻ കഴിയുകയും കോടതിയിൽ ഹാജരാക്കി ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അന്വേഷണത്തിന് ബാക്കി തെളിവെടുപ്പുകൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. രാഹുൽ നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. പതിവ് പോലെ മറ്റു 2 കേസുകളിലും സമാനമായി ഇപ്പോഴും രാഷ്ട്രീയ നീക്കമാണ്, ഗൂഢാലോചനയാണ്. വിവാഹിതയായ ആദ്യ കേസിൽ പറഞ്ഞതുപോലെ തന്നെ വിവാഹിതയായ സ്ത്രീ എന്നറിയില്ലായിരുന്നു. പിന്നീട് വിവാഹിതയെന്ന് അറിഞ്ഞപ്പോൾ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാകും അന്ന് രാഹുൽ ജാമ്യാപേക്ഷയിലും കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വിവാഹിതയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടുവെന്നും അതിനുശേഷം തന്നെ ചതിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇയാൾ പിന്മാറുകയാണ് എന്ന വിവരം ലഭിച്ചതെന്നും ഒക്കെ അടക്കമുള്ള കാര്യങ്ങളാകാം ഒരുപക്ഷെ മുന്നോട്ട് വയ്ക്കുക. വളരെ കൃത്യമായ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതി പിന്മാറ്റാൻ ശ്രമം നടത്തി എന്ന പരാതിയുണ്ട്. രാഹുലിന്റെ ഭീഷണി സന്ദേശങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അതിലൊരു ചാറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: വെല്ലുവിളിക്കുകയാണ് ഈ പെൺകുട്ടിയെ രാഹുൽ. നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി ഞാൻ എന്റെ വീട്ടിൽ വരും, ദാറ്റ്സ് ഓൾ. അല്ലാതെ ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട. എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ആകെ ഇപ്പൊ ഇല്ലാത്തതും നീ ഇപ്പോ എക്സ്ട്രാ ചെയ്യുമെന്ന് പറയുന്നതും കേസ് കൊടുക്കലാണ്. ഈ കേസ് കോർട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ. അത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ. എന്നിട്ട് നീ നന്നായി ജീവിക്കണേ. ആരെയാ പേടിപ്പിക്കുന്നേ? എല്ലാം തീർന്ന് നിൽക്കുന്ന ഒരാൾ നീ പേടിപ്പിക്കുന്നു. നീ പ്രസ് മീറ്റ് നടത്തു തുടങ്ങിയ വെല്ലുവിളികൾ ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിക്കെതിരെ മുഴക്കുന്നുണ്ട്. തനിക്ക് രാഹുലിന്റെ ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ട്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറ്റൊരു ഭീഷണി. അതിജീവിതയായ യുവതിക്കാണ് രാഹുലിന്റെ ഭീഷണി സന്ദേശം. പേടിപ്പിക്കാൻ നീ എന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട. കുറ്റസമ്മതം നടത്താനാണ് തീരുമാനം. അങ്ങനെ ഞാൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല. ഞാൻ എല്ലാത്തിന്റെയും വ്യക്തിയും കഴിഞ്ഞു നിൽക്കുകയാണ്. 1 മാസം മുന്നേ ആയിരുന്നുവെങ്കിൽ ഇതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇമേജ് തിരിച്ചു പിടിക്കുന്നൊന്നുമല്ല മോളെ, അതൊക്കെ നിന്റെ തോന്നലാണ്. നീ ഒന്നും സറണ്ടർ ഇനിയൊന്നും ഞാനൊന്നും സറണ്ടർ ചെയ്യാൻ തീരുമാനമുണ്ട്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്തോളാം. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല തുടങ്ങിയ വെല്ലുവിളികളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഈ ഇരകൾക്കെതിരെ ഉള്ളത്. നമുക്കറിയാം, ആദ്യ 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായ നീക്കം തന്നെയാണ് നടത്തിയത്. ഇരകളെ ആദ്യം പിന്മാറാൻ നിർബന്ധിക്കും. അത് കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന ശൈലി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ കേസിലും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെയും സമാനമായ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായെന്ന തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ പരാതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ ആരോപിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. പിന്മാറിയില്ലെങ്കിൽ അല്ലെങ്കിൽ തനിക്കെതിരെ നിലപാട് എടുക്കുന്നത് തുടർന്നാൽ കുടുംബത്തിന്റെ കാര്യം, നിനക്കൊരു സഹോദരി ഉണ്ടല്ലോ, അവളുടെ കല്യാണം മുടക്കും തുടങ്ങിയ തരത്തിലുള്ള വലിയ ഭീഷണികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഴക്കിയെന്ന് ഈ പെൺകുട്ടിയുടെ അന്വേഷണ സംഘത്തിലേക്ക് മൊഴിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ സാധൂരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതിയിൽ നിന്ന് പിന്മാറ്റാനാണ് ശ്രമം. അത് കഴിഞ്ഞ 2 കേസുകളിലും രാഹുലിന്റെ ഭാഗത്ത് ആ രീതിയിൽ ഉണ്ടായിരുന്നു. ആദ്യം ഇരകൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ അവർ സ്വാഭാവിക പ്രതിഷേധമുയർത്തും. ആദ്യം വിവാഹം വാഗ്ദാനം വീണ്ടും നൽകും. പിന്നീട് അത് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇരകൾ വീണ്ടും രാഹുലിനെ സമീപിക്കുമ്പോഴാണ് അടുത്ത ഘട്ടം എന്നതിൽ ഭീഷണി സന്ദേശങ്ങളുമായി എത്തുക. നേരത്തെ തന്നെ
കൊല്ലാൻ പോലും മടിക്കില്ല തരത്തിലുള്ള ചില സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ കേസിലെ അതിജീവിതയ്ക്ക് എതിരെ നടത്തിയിരുന്നു. അതിന് സമാനം മറ്റു കേസുകളിലുമുണ്ട്. രാഹുലിന്റെ ഒരു ശൈലി തന്നെ അതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കേസുകളിൽ ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ. അതേ കാര്യം തന്നെയാണ് ഈ മറ്റ് രണ്ട് കേസുകളിലും രാഹുൽ വളരെ കൃത്യമായി ഈ 3 കേസുകളിലുമുള്ള സമാനത ഇത് തന്നെയാണ് അരുൺ. ഈ 3 കേസുകളിലും ഗർഭചിത്രമുണ്ട്, വലിയ ഭീഷണിയുണ്ട്, അതിനുശേഷം കുട്ടിയെ വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ 3ാമത്തെ കേസിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണം എന്നുള്ളത് കൂടി അഡീഷണലായി ചെയ്തിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനൊപ്പമാണ് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഇയാൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഈ പെൺകുട്ടികൾ വഴങ്ങാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീഷണി അതെന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് എന്നുള്ളതാണ്. അതും വാട്സപ്പിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കിയാൽ നമുക്കറിയാം സ്വാഭാവികമായും ഇത് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്ക്രീൻഷോട്ടും മറ്റും എടുത്തു വെക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടും സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യാവുന്ന പ്രവൃത്തിക്കപ്പുറത്തേക്ക് ഇയാൾ പോകുന്ന ഒരു മനോനില അതെന്തിൻ്റെ ഏത് തലത്തിലാണ് ഇയാൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ അധികാരത്തിന്റെ ഹുങ്കായിരിക്കാം, അല്ലെങ്കിൽ തനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത്തരം സമാനമായ കേസുകൾ ഈ പ്രത്യേകിച്ച് വിവാഹിതകളായിരുന്നു അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തിയ പെൺകുട്ടികളാണ് ഇരകളെങ്കിൽ അവർ വിവാഹിത എന്ന വിവരം മറച്ചു വെച്ചുകൊണ്ട് ബന്ധപ്പെട്ടു എന്ന നിയമപരമായി തെളിയിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാകാം, അല്ലെങ്കിൽ അവർ പുറത്തു വരാൻ മടിക്കുമെന്നതുകൊണ്ട് തന്നെയാകാം. സ്വാഭാവികമായും ആദ്യ കേസിലെ എന്തുകൊണ്ട് ഈ മൂന്നാമത്തെ കേസ് ഇത്ര വൈകി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. ആ പെൺകുട്ടിയുടെ മൊഴികൾ വളരെ വ്യക്തവുമാണ് രഞ്ജിത്ത്. അതായത് ആദ്യത്തെ കേസിൽ വന്ന പെൺകുട്ടി ഇര അവർ അനുഭവിച്ച ആൾക്കൂട്ട ആക്രമണം എന്ന് തന്നെ പറയാവുന്ന മൊബൈൽ ലിഞ്ചിങ്, അതായത് വളരെ കൃത്യമായി സൈബർ ലിഞ്ചിങ് അവരെ നടത്തുന്നു. അവരെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ പോലും തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ പശ്ചാത്തലങ്ങളും പുറത്താക്കിക്കൊണ്ട് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണം. സ്വാഭാവികമായും ഏത് പെൺകുട്ടിയും പതറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന 2 ഇരകളും പുറത്തു വരാൻ പരാതി വൈകിയത്. മുഖ്യമന്ത്രിക്ക് അയച്ച മെയിലിൽ വളരെ വ്യക്തമായി പെൺകുട്ടി ഇതൊക്കെ പറയുന്നുണ്ട്. ഇനിയും ഇരകൾ വരാനുണ്ടെന്ന് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ഇന്നലെ നമ്മോട് സംസാരിച്ച ഷഹനാസ് അടക്കമുള്ളവർ അക്കാര്യം തുറന്നു പറയുന്നുണ്ട്. ഇനിയും ഇരകൾ വരാനുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് ഓഫീസിന് ഒരുപക്ഷെ അറിയാവുന്ന വിവരമായിരിക്കാം, പ്രതിപക്ഷ നേതാവിന് ഒരുപക്ഷെ അറിയാവുന്ന വിവരമായിരിക്കാം, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അറിയാവുന്ന വിവരമായിരിക്കാം. ഇനിയും ഇരകൾ വരാനുണ്ട്. പക്ഷേ ഇരകൾ വരാൻ മടിക്കുന്നത് വൈകുന്നു. ഒരുപക്ഷെ അവർ ഒരു കുടുംബജീവിതം നയിക്കുന്നവരാകാം. 23 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ ഒരുപക്ഷെ അവളുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നതായിരിക്കാം. ഇത്തരത്തിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ കുടുംബജീവിതം നയിക്കുന്നവരോ അല്ലെങ്കിൽ വിവാഹിതരാകാൻ തയ്യാറെടുക്കുന്നവരോ ഒക്കെ ഉണ്ടാകാം ഈ കേസുകളിൽ. അത്തരം പല പേരുകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നു. തന്റെ കുടുംബം തകർക്കുമെന്ന് തന്നെയാണ് രാഹുലിന്റെ ഒരു പ്രധാനപ്പെട്ട ഭീഷണി. അത് അവരുടെ ദാമ്പത്യ ജീവിതം മാത്രമായിരിക്കില്ല, അവരുടെ സഹോദരിമാരുണ്ടെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ വിവാഹം ഒക്കെ മുടക്കുമെന്ന ഭീഷണി ഈ ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് അന്വേഷണ സംഘം പറഞ്ഞതുപോലെ ഹാബിച്വൽ സെക്ഷൽ ഒഫൻഡറായ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇരകൾ പരാതി പറയാൻ വൈകിയത്. ഇപ്പോഴും പുറത്തു വരാൻ ഭയന്നിരിക്കുന്ന നിരവധി ഇരകളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒരുപക്ഷെ അന്വേഷണ സംഘത്തോട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പോലും അവർ ഭയന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തിരുവല്ല കോടതിയിൽ വരാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. നമുക്കറിയാം നേരത്തെയുള്ള കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി ഇരയിൽ നിന്ന് മൊഴി എടുത്ത് വീഡിയോ കോളിൽ കൂടി മൊഴിയെടുത്ത് തെളിവുകൾ ശേഖരിച്ച് AIG നേരിട്ടിടപെട്ട് കുറച്ചുകൂടി കടുപ്പിച്ച് രാഹുലിനെ എന്തായാലും കുരുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയ ഒരു കേസ് കൂടിയാണിത്. ഇത്തരം ചാറ്റുകൾ, ഇത്തരം തെളിവുകൾ, ഇത്തരം ഡിമാൻഡുകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അത് ജാമ്യ ഹർജിയെയും ബാധിക്കും. അതുകൊണ്ട് കുറച്ചു കാലം കൂടി സ്വാഭാവികമായും ജയിൽ തുടരേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായും ഇന്ന് തന്നെ ജാമ്യം കിട്ടണമെന്ന് അല്ലെങ്കിൽ നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ കിട്ടണമെന്നില്ല. കാരണം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയുണ്ട്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം അല്ലെങ്കിൽ അവസാനിച്ചതിനെ തുടർന്ന് മാത്രമേ അല്ലെങ്കിൽ പോലീസ് അന്വേഷണം രാഹുലിനെ തെളിവെടുപ്പിന് ചോദ്യം ചെയ്യലിന് രാഹുലിന് അറിയാവുന്ന വിവരങ്ങൾക്കൊക്കെ കൃത്യമായി സ്വാഭാവികമായും ഇനിയിപ്പോൾ കസ്റ്റഡി ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെയുള്ള ഈ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ നിലനിൽക്കുമോ? ഇപ്പോൾ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ഹൈക്കോടതി ഒരു കേസിൽ രാഹുലിന് 2 കേസിലും നൽകിയിട്ടുണ്ട്. ആ സംരക്ഷണമൊക്കെ എത്ര നാൾ ഇനി നിൽക്കുമെന്ന സംശയമുണ്ട്. കാരണം രാഹുൽ മറ്റൊരു കേസിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞു. സ്വാഭാവികമായും അറസ്റ്റിലേക്ക് പോകാമെന്ന് അവരും ആ കേസുകളിലും വിധി ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ രാഹുൽ വീണ്ടും കസ്റ്റഡിയിൽ തുടരുന്ന സമയം
കൂടാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ആരോപണമാണ്, കെട്ടിച്ചമച്ചതാണ്, ഗൂഢാലോചനയാണ് എന്നൊക്കെ രാഹുലിന്റെ വാദങ്ങൾ അംഗീകരിച്ച് കോടതി ജാമ്യം നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് കോടതിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അതിന് അത്ര സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. തിരിച്ചു വരാം. ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഡാന്, വളരെ നിർണായകമായ ചാറ്റുകൾ, അത് ഈ മൂന്നാമത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്, ഗൗരവമേറിയതാണ്. അത്രത്തോളം ഭീഷണി സ്വരത്തിലാണ് ഇയാൾ സംസാരിക്കുന്നത് ഈ പെൺകുട്ടിയോട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു റെലവൻസ് വളരെ പ്രധാനമാണല്ലോ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. രഞ്ജിത്ത്, ആദ്യ കേസിലെ പരാതിക്കാരി അവരുടെ ശബ്ദ സന്ദേശങ്ങൾ അടക്കം പുറത്തു വരികയും അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്ന യുവതി വിദേശത്ത് നിന്ന് നാട്ടിലെത്തുകയും പാലക്കാടെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിൽ കണ്ട് എന്താണ് ഈ സംഭവങ്ങളെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതായത് യുവതി പാലക്കാട് എത്തിയതിനു ശേഷം രാഹുലിനെ കാണാൻ കഴിയാതെ വന്നതിന് പിന്നാലെ രാഹുലുമായി നടത്തിയ സംഭാഷണത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, ഈ രാഹുലിനെതിരെ നിന്നവരെയും അവരുടെ കുടുംബങ്ങളെയും താൻ വെറുതെ വിടില്ല, അവർക്കെതിരെ അതേ രീതിയിൽ തിരിച്ചു കൊടുക്കും. എനിക്കെതിരെ ചെയ്യുന്നത് ഒരുപക്ഷെ എനിക്ക് താങ്ങാൻ കഴിയും, പക്ഷെ ഞാൻ തിരിച്ചു ചെയ്താൽ നിനക്ക് താങ്ങാൻ കഴിയില്ല എന്ന തരത്തിലുള്ള കൃത്യമായ ഭീഷണി സന്ദേശമാണ് ഈ മെസ്സേജുകളിലൊക്കെ ഉള്ളത്. ഒരു മാസം മുമ്പായിരുന്നു ഇതൊക്കെയെങ്കിൽ താൻ മൈൻഡ് ചെയ്യുകയില്ലായിരുന്നെന്നും ഇപ്പോൾ എനിക്കിനി ഒന്നും നോക്കാനില്ല എന്നും ഞാൻ എല്ലാത്തിന്റെയും എത്രയും കഴിഞ്ഞ് നിൽക്കുകയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയുണ്ട്. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കണമെന്നും കുറ്റസമ്മതം നടത്താനാണ് തീരുമാനമെന്നും ഈ ചാറ്റിൽ പരാമർശമുണ്ട്. ഇനി ഞാൻ ഒന്നും സറണ്ടർ ചെയ്യില്ല എന്ന തീരുമാനമാണ്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും, നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല എന്നൊക്കെയാണ് ഭീഷണിയുടെ സ്വരത്തിലുള്ള ഈ ചാറ്റിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ ഈ കുട്ടിയോട് സംസാരിക്കുന്ന യുവതിയുമായി അവർ കാണാനെത്തിയപ്പോൾ അതിന് വഴങ്ങാതിരുന്ന രാഹുൽ അതെന്തുകൊണ്ടാണെന്ന ചോദ്യങ്ങൾക്ക് വെല്ലുവിളി നിറയുന്ന സ്വരത്തിലാണ് മറുപടി നൽകുന്നത്. നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി ഞാൻ എന്റെ വീട്ടിൽ വരുമെന്നും ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട എന്നും എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുമൊക്കെയുള്ള കൃത്യമായ ഭീഷണി നിറഞ്ഞു നിൽക്കുന്ന വെല്ലുവിളിയുടെ സ്വരത്തിലുള്ള പരാമർശങ്ങളാണ്. ഇത് കോർട്ടിൽ വരുമ്പോൾ ഉള്ള അവസ്ഥ നിനക്കറിയാമല്ലോ എന്ന് എടുത്തു പറയുന്നത്. അതായത് കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ വിധിയെ വരൂ എന്ന് നേരത്തെ തന്നെ ഈ യുവതിയോട് പറയുന്ന ചാറ്റുകൾ ഇപ്പോൾ വരികയാണ്. അതായത് ഇതിനു മുൻപുള്ള രണ്ട് കേസുകളിലും ഇയാൾക്ക് ലഭിച്ച നിയമപരമായ പരിരക്ഷ, ആത്മവിശ്വാസം ഈ കേസിലും ഉണ്ടാകുമെന്ന് ഈ പെൺകുട്ടിയോട് പറയുകയാണ് ഇയാൾ. അതെ അതെ അതെ, ആരെയാണ് പേടിപ്പിക്കുന്നത്? എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെ നീ പേടിപ്പിക്കുന്നു, നീ പ്രസ് മീറ്റ് നടത്ത് എന്ന തരത്തിൽ വെല്ലുവിളിക്കുകയാണ് യുവതി. അത്തരത്തിലുള്ള ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന, പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം യുവതിയെ ഭീഷണിപ്പെടുത്തി വാങ്ങിയ ഒരു ശബ്ദ സന്ദേശമുണ്ട്. ആ ശബ്ദ സന്ദേശത്തിന്റെ പിൻബലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഉള്ള ഭീഷണിയുടെ സ്വരത്തിലുള്ള സംസാരം ഈ യുവതിയോട് നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ശബ്ദ സന്ദേശത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്ത് കാര്യങ്ങളാണ് രാഹുലിനോട് യുവതി പറയുന്നത് നമുക്കറിയില്ല. അത്തരത്തിലൊരു ശബ്ദ സന്ദേശമുണ്ട്. ആ യുവതിയെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു സന്ദേശം യുവതിയുടെ കയ്യിൽ നിന്ന് രാഹുൽ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്. അതെന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല. പക്ഷേ അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ മൊഴിയെടുക്കുന്നതിനിടെ യുവതി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഭീഷണിയുടെ ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു ശബ്ദ സന്ദേശം രാഹുലിന് ഈ യുവതി കൈമാറിയത് എന്ന കാര്യത്തെക്കുറിച്ചുകൂടി വിശദമായ പരിശോധനകൾ നടക്കും. അതായത് ഒരു തരത്തിലും പരാതിയുമായി ഈ യുവതി മുമ്പോട്ട് വരാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഭീഷണിയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്നെ അതിന് പരാതി നൽകാൻ തയ്യാറായ യുവതി അത് 2.5 മാസം കൂടി വൈകിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണിയാണ്. പിന്നീട് തുടർച്ചയായി 2 കേസുകൾ വരികയും രാഹുൽ ഒളിവിൽ പോവുകയും പിന്നീട് കോടതി മുൻകൂർ ജാമ്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് യുവതി മറ്റ് പരാതിക്കാരുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അവർ നൽകിയ ഒരു ധൈര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ ഭീഷണിയുടെ സ്വരം മറ്റ് ഇരകളുടെ
എടുത്തും രാഹുൽ ഇതേ സമീപനമാണ് സ്വീകരിച്ചത് എന്ന സൂചന കൂടി ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു ഉൾഭയത്തിൽ നിന്നുകൊണ്ടാണ് പലരും നിയമപരമായി പരാതിയുമായി മുമ്പോട്ട് വരാൻ. തീർച്ചയായും ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് ഈ രാഹുലിന് ഇരയായ നിരവധി പെൺകുട്ടികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ പരാതിയായി വന്നിട്ടുള്ളത് 3 പേരാണ്. 16 പെൺകുട്ടികൾ ഇയാളുടെ ഇരയാണ് എന്നുള്ള വിവരങ്ങൾ അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരാരും രംഗത്ത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 13 പേർ ഇനിയും നിൽക്കുകയാണ്. അതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അടക്കമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവരൊക്കെ സമൂഹ മധ്യത്തിലേക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് പരാതിയുമായി എത്താത്തതിന് കാരണം ഇയാളുടെ ഈ വിധമുള്ള ഭീഷണികളായിരിക്കാം. ഒരുപക്ഷെ ഇതിന് മുകളിലും ഇയാൾ ആ തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയും വല്ലാതെ ഇവരെ മാനസികമായി ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരിക്കാം. അതായത് കൃത്യമായുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏത് തരത്തിലായിരുന്നു ഈ ഭീഷണി? അതായത് ഇത് പുറത്തു നിൽക്കുന്ന ഒരാളെയല്ല, ഇതിൽ ഇരയാക്കപ്പെട്ട ആളുകളോടാണ് ഈ ഒരു സമീപനം രാഹുൽ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു ദേശത്ത് കഴിയുന്ന ഒരു യുവതിയോട് വീട്ടിൽ ആളുകളുമായി എത്തും, കുടുംബാംഗങ്ങളോട് ഇക്കാര്യങ്ങൾ പറയും, അവരുടെ ജീവിതം തകർക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ എല്ലാം തകർന്ന് വിശ്വസിച്ച ആളുടെ വഞ്ചന നേരിട്ട് ഗർഭചിത്രത്തിനും ഇരയായ ഒരു യുവതിയോട് ഇത്തരത്തിൽ കുടുംബം തകർത്ത് കളയും, കുടുംബത്തിലുള്ള അംഗങ്ങളുടെ ആരോഗ്യനില വഷളാക്കും എന്ന തരത്തിലൊക്കെ ചാറ്റുകളിലൂടെയും വോയിസ് മെസ്സേജുകളിലൂടെയും ഒക്കെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതേ അവസ്ഥയിലൂടെ തന്നെയാണ് ഇവർ കടന്നുപോയത്. അതുകൊണ്ടാണ് പലരും പരാതി നൽകാൻ ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തയ്യാറാകാതിരുന്നത്. അതായത് കൃത്യമായ ഒരു ഹാബിച്വൽ ഒഫൻഡറുടെ ഭാഗത്ത് നിന്ന് വരുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭീഷണികളും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇരകളോട് ഉണ്ടായി എന്ന് വ്യക്തമാക്കുകയാണ് ഈ തെളിവുകളിലൂടെ. ആദ്യ കേസ് നമുക്കറിയാം. ആദ്യ കേസിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങൾ അറിയാം. ഏതു തരത്തിലുള്ള ഭീഷണിയുടെ സ്വരമായിരുന്നു അവിടെ എന്നറിയാം. അതേ സമാനമായ തരത്തിലുള്ള ഭീഷണിയാണ് ഈ യുവതി രാഹുലിനെ നേരിൽ കാണാൻ ശ്രമിച്ചപ്പോൾ അതിന് തയ്യാറാകാതിരുന്ന രാഹുൽ പിന്നീട് ആ മെസ്സേജുകളിലൂടെയും വോയിസ് മെസ്സേജുകളിലൂടെയും ഇവർക്ക് കൈമാറിയിരിക്കുന്നത്. പിന്നീട് യുവതിയെ ഭീഷണിപ്പെടുത്തി രാഹുൽ കൈവശപ്പെടുത്തിയ മറ്റൊരു ശബ്ദ സന്ദേശം രാഹുലിന്റെ കൈവശമുണ്ട് എന്നുകൂടി പോലീസ് പറയുമ്പോൾ, അന്വേഷണ സംഘം അത്തരത്തിലൊരു സൂചന നൽകുമ്പോൾ എത്രമാത്രം കൃത്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു ക്രൈം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ് രാഹുൽ നടത്തിയിരുന്നു. അതായത് എല്ലാം ചെയ്തതിന് അവസാനം ഇരയാക്കപ്പെടുന്നവർക്ക് കുരുക്കാകുന്ന കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ കൈവശപ്പെടുത്തി സൂക്ഷിച്ചതിന് ശേഷം അവരെ വെല്ലുവിളിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതാണ് എത്ര ക്രൂരമായാണ് ഇയാൾ ഈ ഇരകളോട് ഇടപെട്ടത് എന്നതിൻ്റെ ചാറ്റുകളാണ് പുറത്തു വരുന്നത്. ഈ പ്രശ്നങ്ങൾ ഇത്രയധികം കേസുകളിൽ കുടുങ്ങിയപ്പോഴും ഇയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ പെൺകുട്ടിയെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നതിന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി ഈ കേസിൽ ഗൗരവമേറിയ ഒന്നായി മാറുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ 3ാമത്തെ കേസിലെ ഇരയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചാറ്റുകളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഡാൻ കുര്യനും വി അരുണുമാണ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരിയെ വ്യാജ അതിജീവിത എന്ന് വിളിച്ച് അധിക്ഷേപിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥയുടെ ലംഘനം നടത്തിയെന്നാരോപിച്ച് യുവതി നൽകിയ പരാതിയിലാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. തിരുവനന്തപുരം CJM കോടതിയാകും ഹർജി പരിഗണിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകണം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടത്തി. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റിമാൻഡിൽ തുടരുകയാണ്. കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT സംഘം കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. അതേസമയം തന്ത്രിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നാളെ പരിഗണിച്ചേക്കും. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ തന്ത്രി രാജീവരെ കഴിഞ്ഞ ദിവസം തിരികെ പൂജപ്പുര സബ് ജയിലിൽ എത്തിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ ED ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. പ്രതികളുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയേക്കും. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട്. 2019 മുതൽ 2025 വരെയുള്ള പണമിടപാടുകളാണ് ED പരിശോധിക്കുന്നത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാടാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുക.
റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുള്ള മുഴുവൻ പ്രതികളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി. മറ്റു വാർത്തയിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം നടന്ന ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനിച്ച പ്രകാരം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഇടതുമുന്നണിയുടെ സത്യാഗ്രഹ സമരം ഇന്ന് നടക്കുകയാണ്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന സമരത്തിൽ സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാവരും അണിനിരക്കും. MLA-മാർ ഉണ്ടാകും, ഇടത് MLA-മാർ ഉണ്ടാകും, ഇടതുമുന്നണിയുടെ നേതാക്കൾ പങ്കെടുക്കും. വികസന മുന്നേറ്റം തടസ്സപ്പെടുത്തി സർക്കാരിനെയും നാടിനെയും ശ്വാസം മുട്ടിക്കാൻ കേന്ദ്രം സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ആരോപണം. വി അരുൺ ചേരുകയാണ്. അരുണ്, കേന്ദ്രത്തിനെതിരെ സമരം നടത്തുക എന്നുള്ള ലക്ഷ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ചും. എങ്ങനെയാണ് സമരം, ഏത് രീതിയിലാണ് സമരം? മന്ത്രിസഭ ഒട്ടാകെ സമര പന്തലിലെത്തും അല്ലേ? തീർച്ചയായിട്ടും കേരളം സമരമുഖത്തേക്ക് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ മുദ്രാവാക്യമായി അല്ലെങ്കിൽ അതിന്റെ ഒരു ടാഗ് ലൈനായി ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പകരം അപൂർവമായി മാത്രമാണ് അത്തരത്തിൽ സമരങ്ങൾ ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സഹകരണ മേഖലയിലെ കേന്ദ്ര ഇടപെടലുകൾക്കെതിരെ അതിശക്തമായ ഒരു സമരം മുഖ്യമന്ത്രിയൊക്കെ റിസർവ് ബാങ്കിന് മുന്നിലേക്ക് മാർച്ച് ചെയ്ത് നടത്തിയൊരു സമരമുണ്ട്. അങ്ങനെ ഡൽഹിയിൽ നടന്ന സമരം അതിനുശേഷമുണ്ട്. അങ്ങനെ വളരെ അപൂർവം മാത്രമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് സമരങ്ങൾ നടക്കാറുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സമരം, അതും തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് കേരളം എത്തി നിൽക്കുമ്പോൾ ഒരു സമരം സ്വാഭാവികമായും അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. സംസ്ഥാനം വലിയ വികസന മുന്നേറ്റം നടത്തുമ്പോഴും വികസനത്തെ തടസ്സപ്പെടുത്തുന്ന സംസ്ഥാനത്തിന്റെ ക്ഷേമ പദ്ധതികളെ, ക്ഷേമ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. അതിനെതിരെയാണ് ഈ സമരം. ഏതായാലും ഇത് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിന്റെ തുടക്കം കുറിക്കലായി വേണമെങ്കിൽ കാണാം. ആ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും MLA-മാരും പങ്കെടുത്തുകൊണ്ടുള്ള ഈ സമരം. ഇടതുമുന്നണി നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സമരത്തിന്റെ ഭാഗമാകും. അഭിവാദ്യ പ്രകടനങ്ങളുമായി പ്രവർത്തകരുമെത്തും. രക്തസാക്ഷി മണ്ഡപത്തിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിലെ വേദിയിലാകും 10 മണിക്ക് സമരം ആരംഭിക്കുക. 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സമരം. കേന്ദ്രത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും അത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രത്തിന്റെ അവഗണന കണക്ക് നിരത്തി സ്ഥാപിക്കുകയാണ് സർക്കാരും മുഖ്യമന്ത്രിയും ചെയ്യുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം 3 മാസത്തേക്ക് ലഭിക്കേണ്ട 12,000 കോടി രൂപയുടെ വായ്പാ അനുമതിയുണ്ട്. ഇതിൽ 5,900 കോടി രൂപ ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചു എന്ന് സർക്കാർ ആരോപിക്കുന്നു. ബജറ്റിന് പുറത്തെടുത്ത വായ്പകളുടെ പേര് പറഞ്ഞ് ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ 17,000 കോടിയുടെ കുറവ് വരുത്തിയിരുന്നു. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കേരളം നൽകിയ 6,000 കോടി രൂപയ്ക്ക് പകരമായി വായ്പ എടുക്കാനുള്ള അനുമതിയും കേന്ദ്രം തടഞ്ഞു. IGST റിക്കവറി എന്ന പേരിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട 965 കോടി രൂപ കേന്ദ്രം പിടിച്ചെടുത്തു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് റവന്യൂ വരുമാനത്തിന്റെ 73% വരെ കേന്ദ്രവിഹിതം ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിനത് 25%. ഗ്യാരണ്ടി നിക്ഷേപത്തിന്റെ പേരിൽ 33,300 കോടി രൂപയുടെ വായ്പാനുമതി കൂടി നിഷേധിക്കപ്പെടുന്നു. നെല്ല് സംഭരണം, സമഗ്ര ശിക്ഷ, കേരളം ജലജീവൻ മിഷൻ, UGC ആനുകൂല്യങ്ങൾ തുടങ്ങി വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലായി മാത്രം ഏതാണ്ട് 5,784 കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടാനുണ്ട്. ഇങ്ങനെ കേരളത്തിന് കിട്ടാനുള്ള പണത്തിന്റെ, സാമ്പത്തിക സഹായത്തിന്റെ അല്ലെങ്കിൽ അവകാശമായി ലഭിക്കേണ്ട പണത്തിന്റെ ഒക്കെ വെട്ടിക്കുറവ് എണ്ണി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം ആണ് എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിൽ UDF എടുക്കുന്ന നിലപാടുകൾ കൂടി ഇടതുമുന്നണി നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ തുറന്നു പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ കേന്ദ്രത്തിനെ വിമർശിക്കാനല്ല, മറിച്ച് സംസ്ഥാനത്തെ വിമർശിക്കാനാണ്, സംസ്ഥാന ഭരണത്തെ വിമർശിക്കാനാണ് കോൺഗ്രസും UDF തയ്യാറാകുന്ന ആരോപണം കൂടി ഇതിന്റെ ഭാഗമായി ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും അതിശക്തമായ വിമർശനം കേന്ദ്രത്തിനെതിരെ ഈ സമരത്തിലും ഉയരും. ഇവിടെ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ചെയ്യാൻ പോകുന്നത്. ശരി അരുണ്, വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് 10 മുതൽ 5 വരെയാണ് തിരുവനന്തപുരത്ത് മന്ത്രിസഭ. ഇറാനിൽ പ്രക്ഷോഭത്തിനൊട്ടും ശമനമില്ല. വല്ലാത്ത അസ്വസ്ഥതയിലാണ് ആ രാജ്യം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആഭ്യന്തര സംഘർഷം വല്ലാതെ മൂർച്ഛിച്ചിരിക്കുകയാണ് ഇറാനിൽ. അവിടുത്തെ ഭരണകൂടത്തിന് ഇത് അടിച്ചമർത്താൻ സാധിക്കുന്നില്ല. പതിവില്ലാത്ത വിധം ജനം തെരുവിലാണ്. പ്രക്ഷോഭകാരികൾക്ക് നേരെ സേന വലിയ ആക്രമണം നടത്തുന്നുണ്ട്. മരണസംഖ്യ ഇതിനകം 500 കടന്നു എന്നുള്ള ഏറ്റവും ഗൗരവമേറിയ വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. ഇതുവരെ
ഉള്ള എണ്ണം ഏതാണ്ട് 538 എന്നാണ് കണക്ക്. 10,600 പേർ അറസ്റ്റിലായി എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. എന്നാൽ പ്രതിഷേധം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവിക്കുന്നുണ്ട്. ഇറാനെതിരെ ട്രംപ് യുദ്ധത്തിനൊരുങ്ങുന്നു എന്നുള്ള അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടും ശ്രദ്ധേയമാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ് സുധാ ബിജു, ഇന്നലെ ഇറാൻ പറഞ്ഞത് അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്നാണ്, യാതൊരു സംശയമില്ല. അതായത് അയത്തുള്ള ഖൊമേനി വഴങ്ങാനുള്ള ഒരു സാധ്യതയും അവശേഷിപ്പിക്കുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇറാൻ അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു കലാപ നഗരമായി അല്ലെങ്കിൽ കലാപ രാജ്യമായി മാറുകയാണോ? രഞ്ജിത്ത്, നമുക്കറിയാം ഇറാനിൽ ഇന്റർനെറ്റ് നിരോധനം ഉൾപ്പെടെ ഉള്ള കർശനമായിട്ടുള്ള ഒരു നിയന്ത്രണവും അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രത്യേക നിരീക്ഷണവും എല്ലാം ഉള്ളതിനാൽ അവിടെയുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ മറ്റു വിവരങ്ങളും എല്ലാം പുറത്തേക്ക് വരുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഈ പ്രക്ഷോഭകാരികളുടെ മരണത്തെപ്പറ്റി തന്നെ പല വിവരങ്ങളാണ് ഇതിന് മുൻപേ പുറത്തു വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ആദ്യം ലഭിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് 50-നകത്തുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. ഇത് ഈ സുരക്ഷാ ജീവനക്കാരും പ്രക്ഷോഭകാരികളും ഉൾപ്പെടെ 50-നകത്ത് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ മരണസംഖ്യ ഞെട്ടിക്കുന്ന രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 500-ന് മുകളിൽ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 538 പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മൊത്തം അറസ്റ്റിലായവരുടെ എണ്ണം 10,600 കടന്നു എന്നും ഈ ഹ്യൂമൻ റൈറ്റ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ മരണസംഖ്യ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ 538 പേരിൽ 490 പേരും പ്രതിഷേധക്കാരാണ്. മറ്റുള്ളവർ സുരക്ഷാ ജീവനക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിരവധി ഈ സുരക്ഷാ ജീവനക്കാരെ അടിച്ചമർത്താൻ വേണ്ടി വെടിവെപ്പും അതുപോലെ തന്നെ ഈ അറസ്റ്റും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി ഇറാൻ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതുപോലെ വിവരങ്ങൾ പുറത്തേക്ക് വരാനുള്ള കാലതാമസവും നേരിടുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി കടുത്ത നിലപാട് ഇറാനെതിരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധം ഡിസംബർ 28 തുടങ്ങി. ഈ പുതുവർഷം ആരംഭിച്ച ഉടൻ തന്നെ ട്രംപ് ഇറാന് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. അതായത് ഇറാനിലെ പ്രതിഷേധക്കാർക്കെതിരെ ഇറാൻ സർക്കാർ നിറയൊഴിക്കുകയാണെങ്കിൽ അമേരിക്ക അവർക്ക് സഹായമായി എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ദിവസം മുൻപേ ഒരു ട്രൂത്ത് സോഷ്യൽ വഴി രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഇറാന് അമേരിക്കയുടെ സഹായം മുൻപെങ്ങും ഇല്ലാത്ത വിധം ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ഈ ട്രൂത്ത് സോഷ്യലിലൊരു പോസ്റ്റും അദ്ദേഹം ഇട്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ നിലവിൽ അമേരിക്കൻ മാധ്യമങ്ങൾ, അതായത് CNN അതുപോലെ വാൾ സ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ട്രംപ് ഇറാനെതിരെ കടുത്ത സൈനിക നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നാണ്. 3 സാധ്യതകളാണ് ട്രംപ് പ്രധാനമായിട്ടും ഇറാനെതിരെ സ്വീകരിക്കാനായി ആലോചിക്കുന്നത്. പ്രധാനമായിട്ടും സൈനിക നടപടി. ഇപ്പോൾ വെനസ്വേലയിൽ സ്വീകരിച്ചതുപോലെ നേരിട്ട് ഇറാനിൽ എത്തിച്ചേർന്നുള്ള ഒരു സൈനിക നടപടി സ്വീകരിക്കാനായി ആലോചിക്കുന്നുണ്ട്. പ്രത്യേക ഒരു സൈബർ ഓപ്പറേഷൻ വഴി അവിടെയുള്ള സൈനികരുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തുക, സൈനിക വിന്യാസത്തെ താറുമാറാക്കുക, അതുപോലെ തന്നെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് രഹസ്യ വെബ്സൈറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തകർക്കുക. ഇത്തരത്തിലൊരു സൈബർ ആക്രമണം വഴി ഇറാനെ പ്രതിസന്ധിയിലാക്കാൻ ആലോചിക്കുന്നുണ്ട്. അതുപോലെ പ്രത്യേക സൈനിക ഓപ്പറേഷൻ അമേരിക്ക നടത്തുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു സൈബർ ആക്രമണം അത് ആവശ്യമായി വന്നേക്കാം. ഈ വെനസ്വേലയിൽ അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുൻപേ അവിടെ ഒരു സൈബർ ആക്രമണം വഴിയാണ് അവിടെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളെ എല്ലാം തകരാറിലാക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യം ആലോചിക്കുന്നത് ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ. ഇപ്പോൾ തന്നെ നിരവധി ഉപരോധങ്ങൾ ഇറാൻ നേരിടുന്നുണ്ട്. അത് കാരണം കൂടിയാണ് അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ കാരണം. അവരുടെ കറൻസിയുടെ വാല്യൂ ഇടിയുന്നു, അതുപോലെ തന്നെ സാധനങ്ങളുടെ വില കയറുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ ഉപരോധം ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഉപരോധങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഇറാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക എന്നൊരു നീക്കം കൂടി അമേരിക്ക ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം 3 കാര്യങ്ങളാണ് ഇറാനിൽ അമേരിക്ക നടത്താനായി ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് വെനസ്വേലയിൽ അമേരിക്ക ഇത്തരത്തിൽ നേരിട്ട് ചെന്നിട്ടുള്ളൊരു സൈനിക നടപടി സ്വീകരിച്ചിട്ട് ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു സൈനിക നീക്കം അമേരിക്ക നടത്തുമോ എന്നുള്ള ആശങ്ക ലോകരാജ്യങ്ങൾക്ക് പലർക്കുമുണ്ട്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം അമേരിക്ക നമുക്കറിയാം വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ
വളരെ പ്രസിഷൻ അറ്റാക്ക് നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അത്. ആരും അറിയാതെ അവിടുത്തെ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. സമാനമായ ഒന്ന് ഇറാനിൽ നടത്തുക എന്നുള്ളത് അമേരിക്കയ്ക്ക് അസാധ്യമൊന്നുമല്ല, വളരെ പെട്ടെന്ന് സാധിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോഴത്തെ വലിയ വെല്ലുവിളികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യതകളും കൂടുതലാണല്ലോ അജയ്. തീർച്ചയായിട്ടും ഇപ്പോൾ അതിനുള്ള സാധ്യത കൂടി വന്നതിനാൽ തന്നെ ഈ ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം അമേരിക്ക അഥവാ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ മോസ്കോയിലേക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ചു വരുന്നതായിട്ട് ഇതിനു മുൻപേ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നതും. അതായത് അവരുടെ സുപ്രീം ലീഡറിനെ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ അത് അവിടുത്തെ ഭരണകൂടം സ്വീകരിക്കാൻ തന്നെയാണ് പ്രധാനമായിട്ടും സാധ്യത. അതേസമയം ഇപ്പോൾ ഇറാനിലെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള ബാബർ ഖലീബാഫ് അദ്ദേഹം അമേരിക്കയ്ക്ക് കടുത്ത മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഇത്തരത്തിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഈ ഇസ്രായേൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കപ്പലുകളെയും അതുപോലെ തന്നെ സൈനിക താവളങ്ങളെയും തങ്ങൾ ലക്ഷ്യമാക്കും, അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകും എന്നുള്ളൊരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വാക് പോരും അതുപോലെ തന്നെ ഇറാനിൽ ഈ പ്രക്ഷോഭകാരികളുടെ പോരും ശക്തമായി തന്നെ തുടരുകയാണ്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ക്യൂബയ്ക്ക് ഭീഷണിയുമായും ഇന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. US-ഉമായി കരാറിലെത്തിയില്ലെങ്കിൽ രാജ്യത്തിന് എണ്ണയും പണവും ലഭിക്കില്ലെന്നാണ് മുന്നറിയിപ്പ്. വെനസ്വേലയുടെ പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോൾ US-നാണെന്നും ഇനി ക്യൂബയ്ക്ക് അവിടെ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഭീഷണിക്ക് പിന്നാലെ ശക്തമായ മറുപടിയുമായി ക്യൂബൻ പ്രസിഡന്റ് മിഗുവേൽ ഡയസ്-കാനൽ രംഗത്തെത്തി. ക്യൂബ ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും എന്തു ചെയ്യണമെന്ന് മറ്റൊരു രാജ്യവും തങ്ങളോട് ആജ്ഞാപിക്കേണ്ട എന്നും അദ്ദേഹം തിരിച്ചടിച്ചു. മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കാൻ ക്യൂബൻ ജനത തയ്യാറാണെന്ന് ആയിരുന്നു പ്രഖ്യാപനം. തൃണമൂൽ കോൺഗ്രസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോര് സുപ്രീം കോടതിയിൽ. ഐപാക് ഓഫീസ് റെയ്ഡ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തടസ്സപ്പെടുത്തിയതിനെതിരെ ED നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ പരാമർശിച്ചേക്കും. EDക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് ഇന്ന് തടസ്സ ഹർജിയും നൽകും. കരൂർ ദുരന്തത്തിൽ വിജയ് ഇന്ന് CBIക്ക് മുന്നിൽ ഹാജരാവുകയാണ്. ഡൽഹി CBI കോടതിയിലാകും താരമെത്തുക. നേരത്തെ TVK ഭാരവാഹികളെ CBI ചോദ്യം ചെയ്തിരുന്നു. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, വിജയ്ക്ക് നിർണായകമാണ്. കഴിഞ്ഞ ദിവസം വിജയുടെ പ്രചരണ വാഹനമടക്കം പിടിച്ചെടുത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഡൽഹിയിൽ ഇന്നലെ ചാർട്ടേഡ് വിമാനത്തിലാണ് താരമെത്തിയത്. എന്താണ് വിവരങ്ങൾ? വിജയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് CBI ശ്രമിക്കുന്നത്? രഞ്ജിത്ത്, പ്രധാനമായിട്ടും വിജയുടെ പാർട്ടിയായിട്ടുള്ള TVKയുടെ തന്നെ ഒരു ആവശ്യപ്രകാരം ആണ് CBI അന്വേഷണം എന്നുള്ളൊരു ആവശ്യം അത് അംഗീകരിക്കപ്പെടുകയും കരൂർ ദുരന്തം അന്വേഷിക്കാൻ വേണ്ടി CBI നേരിട്ട് രംഗത്തെത്തുകയും ചെയ്തത്. റിട്ടയർഡ് ജഡ്ജിയായിട്ടുള്ള അജയ് രസ്തോഗിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയുടെ പ്രചാരണ വാഹനം അത് കസ്റ്റഡിയിലെടുത്ത് നേരിട്ട് പരിശോധന നടത്തിയിരുന്നു CBI. അതുപോലെ തന്നെ പ്രചാരണ വാഹനത്തിൻ്റെ ഡ്രൈവറിനെ ചോദ്യം ചെയ്യുന്ന നടപടി സ്വീകരിച്ചിരുന്നു. ഇത് മാത്രമല്ല TVKയുടെ ഭാരവാഹികളായിട്ടുള്ള ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ, ആദവ് അർജുന, മതിയഴകൻ തുടങ്ങിയവരെ എല്ലാവരെയും ഇതിനു മുൻപേ CBI ചോദ്യം ചെയ്തിരുന്നു. നിലവിൽ വിജയെ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു സാക്ഷി എന്നുള്ള നിലയിലാണ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുള്ളത്. BNS 179 വകുപ്പ് പ്രകാരം സാക്ഷി എന്നുള്ള നിലയിലാണ് വിജയെ വിളിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഡൽഹിയിലുള്ള CBI കോടതിയിൽ രാവിലെ 11 മണിയോടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തണം എന്നാണ് വിജയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ TVKയുടെ ഒരു ആവശ്യപ്രകാരം TVK ഇതിനു മുൻപേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി അന്വേഷണം നടന്നിരുന്നു. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക SIT രൂപീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ രണ്ട് അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യതയെ TVK ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അപ്പോൾ TVK ആദ്യം മുതൽ ആവശ്യപ്പെട്ടിരുന്നതാണ് ഈ CBI അന്വേഷണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി പൂർണ്ണമായിട്ടും ഈ CBI അന്വേഷണത്തോട് സഹകരിക്കുന്നത്. അപ്പോൾ വിജയ് ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഹാജരാകണം എന്നുള്ള ഒരു നിർദ്ദേശം
അത് പാർട്ടി തലത്തിൽ നിന്ന് തന്നെ ചർച്ചയായ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി വിജയ് പ്രത്യേക അഭിഭാഷക സംഘത്തോടൊപ്പവും അതുപോലെ തന്നെ പാർട്ടിയുടെ നേരത്തെ ചോദ്യം ചെയ്ത ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പവുമാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ചെന്നൈ എയർപോർട്ടിലെത്തിയത്. അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. 9:30 അദ്ദേഹം ഡൽഹിയിൽ എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകമുള്ള പ്രൈവറ്റ് ചാർട്ടേഡ് വിമാനമാണ്. അതിനുശേഷം 11 മണിയോടെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതുള്ളത്. വിജയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇന്ന് വിട്ടയക്കും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഒപ്പം വിജയുടെ സിനിമ ജനനായകനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ അജയ്. സിനിമയ്ക്ക് US സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി മദ്രാസ് ഡിവിഷൻ ബെഞ്ച് താൽക്കാലികമായി സ്റ്റേ ചെയ്തത്. കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഈ ഹർജി. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അതും വിജയിക്ക് നിർണായകമാണ്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇപ്പോൾ ഈ ജനനായകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ റിലീസ് അത് അനിശ്ചിതമായി ഇപ്പോൾ നീണ്ടുപോയാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത് തന്നെ ഉടൻ തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാന സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കുന്ന വിജയുടെ ചിത്രം അതിന് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തടയിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ 21-ാം തീയതി മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 21-ാം തീയതി കേസ് പരിഗണിക്കുന്നതിന് മുൻപ് സുപ്രീം കോടതിയിൽ നിർമ്മാതാക്കളായിട്ടുള്ള KVN പ്രൊഡക്ഷൻസ് ഒരു ഹർജിയുമായി പോകുന്നത്. ഇന്ന് തന്നെ കേസിൽ ഒരു തീരുമാനമായി. ഈ പൊങ്കൽ അവധിയാണ് ഇപ്പോൾ നിലവിൽ തമിഴ്നാട്ടിൽ. അപ്പോൾ ഈ പൊങ്കൽ അവധിക്ക് തന്നെ ചിത്രം തിയേറ്ററിൽ എത്തിക്കാനാണ് ഈ നിലവിൽ നിർമ്മാതാക്കളായിട്ടുള്ള KVN പ്രൊഡക്ഷൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവർ ഇപ്പോൾ നിലവിൽ ഇന്ന് തന്നെ ഒരു ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ ചിത്രത്തിന് US16+ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ ഡിവിഷൻ ബെഞ്ചിനെ സമർപ്പിച്ചത്. അതായത് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ സമയം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ സ്റ്റേ ചെയ്തത്. ആ കേസ് ഈ വരുന്ന 21-നാണ് പരിഗണിക്കുന്നത്. അതിനു മുൻപെയാണ് നിർമ്മാതാക്കളുടെ ഒരു നീക്കം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് വിജയ് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതാണ്. വിജയ് പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നത്. 9:30 ഡൽഹിയിൽ എത്തിച്ചേരുമെന്നാണ് വിവരം. ഇതും ഈ കേസും അതുപോലെ തന്നെ സിനിമ, ഈ രണ്ട് വിഷയങ്ങൾ വിജയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇന്ന് നിർണായകമാണ്. അപ്പോൾ വിജയ് ഉറ്റുനോക്കുന്ന, വിജയും വിജയ് ആരാധകരും വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ള TVKയും ഉറ്റുനോക്കുന്ന പ്രധാന കാര്യങ്ങളാണ് ഈ CBIയുടെ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ ജനനായകൻ വിഷയത്തിലുള്ള സുപ്രീം കോടതിയുടെ തീരുമാനവും. തീർച്ചയായും നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങൾ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ പുറപ്പെടുന്ന സൂപ്പർ താരം TVK നേതാവ് വിജയുടെ ദൃശ്യങ്ങളാണ്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നേരിടുകയാണ് വിജയ്. CBI ഈ വിഷയത്തിൽ വിജയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഡൽഹിയിലെ CBI കോടതിയിലേക്ക് വിജയ് പുറപ്പെടാൻ ഒരുങ്ങുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ 9:30 മണിയോടുകൂടി എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. ചെന്നൈയിൽ നിന്ന് നേരെ ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ് വിജയെ സംബന്ധിച്ചിടത്തോളം ജനനായകനുമായി ബന്ധപ്പെട്ട കേസും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതും വിജയ്ക്ക് നിർണായകമാണ്. മറ്റു വാർത്തയിലേക്ക്, തമിഴ്നാട്ടിൽ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം നൽകാനുള്ള സാധ്യതകൾ തള്ളി DMK നേതാവും ഗ്രാമവികസന മന്ത്രിയുമായ പെരിയസ്വാമി. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരം പങ്കിടണമെന്ന് തമിഴ്നാട് കോൺഗ്രസിന്റെ പുതുക്കിയ ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് മറുപടി. സംസ്ഥാനം DMK ഒറ്റയ്ക്ക് ഭരിക്കുമെന്ന കാര്യത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും പെരിയസ്വാമി പറഞ്ഞു. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണം ഇന്ന്. ബഹിരാകാശത്തെ ഇന്ത്യയുടെ വിശ്വസ്ത വാഹനമായ PSLV C-62 രാവിലെ 10:17 കുതിച്ചുയരും. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാം നമ്പർ ലോഞ്ചിംഗ് പാഡിൽ വെച്ചാണ് വിക്ഷേപണം. 2025 മേയിലെ പരാജയശേഷമുള്ള PSLVയുടെ തിരിച്ചുവരവാണിത്. 16 പേലോഡുകൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നുണ്ട്. UK, ബ്രസീൽ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചെറു ഉപഗ്രഹങ്ങളും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ പരീക്ഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ്
അന്വേഷണ. ഇത് ഭൗമ നിരീക്ഷണത്തിൽ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ വീടിനുള്ളിൽ സ്ത്രീയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി സ്വദേശിനി മോർക്കാവിൽ ഷേർലി മാത്യുവാണ് മരിച്ചത്. സ്ത്രീയെ കഴുത്തറത്ത നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് രഞ്ജിത്ത്. ഈ ഷേർലിയെ ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നതോടെ പോലീസിന് പരാതി നൽകുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ ഷേർലിയുടെ മൃതദേഹം കിടപ്പുമുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കഴുത്തിന് മാരകമായ രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. ഈ യുവാവിന്റെ മൃതദേഹം സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഷേർലിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു പ്രാഥമികമായ നിഗമനമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. കുറിച്ചി സ്വദേശിനിയാണ്, കോട്ടയം കുറിച്ചി സ്വദേശിനിയാണ് ഈ ഷേർലി മാത്യു. കഴിഞ്ഞ കുറച്ച് നാള് മുമ്പാണ് ഇവരുടെ ഭർത്താവ് മരിച്ചത്. അതിനുശേഷം ഇവിടെ കഴിഞ്ഞ 7 മാസമായി ഈ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഷേർലി മാത്യു എന്നുള്ളതാണ് പോലീസിൽ നിന്ന്, അതായത് നാട്ടുകാരുടെ അടക്കം ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ യുവാവ് കോട്ടയം ഇല്ലിക്കൽ സ്വദേശിയാണ് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പോലീസ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ, അന്വേഷണമൊക്കെ നടത്തി വരുന്നതേ ഉള്ളൂ. മൃതദേഹം ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഫോറൻസിക് പരിശോധന അടക്കം പൂർത്തിയാക്കി അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക. ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായതായുള്ള നിഗമനങ്ങളാണ് ഇപ്പോൾ പോലീസിനുള്ളത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ ഇനിയും കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. രഞ്ജിത്ത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല മകരവിളക്കിന് ഒരുങ്ങുകയാണ്. ഇന്ന് തിരക്ക് കുറവാണ്. പൊതുവെ തീർത്ഥാടകർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി മടങ്ങാൻ കഴിയും. ഇന്നലെ 69,299 തീർത്ഥാടകരാണ് പോലീസിന്റെ കണക്കിൽ സന്നിധാനത്ത് എത്തിയത്. മകരവിളക്കിന് 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിൽ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. ഇന്ന് ക്ഷേത്രത്തിന്റെ ശുദ്ധിക്രിയകൾ തുടങ്ങും. പ്രാസാദ ശുദ്ധിക്രിയകളാണ് ഇന്ന് നടക്കുക. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് തന്ത്രി മഹേഷ് മോഹന്റെ കാർമ്മികത്വത്തിൽ ഈ ചടങ്ങുകൾ നടക്കുക. നാളെ ബിംബ ശുദ്ധിക്രിയകളാണ് നടക്കുക. എന്നാണെങ്കിലും ഇന്നത്തെ അവസ്ഥ തിരക്ക് താരതമ്യേന കുറവാണ് എന്ന് തന്നെയാണ്. ഇന്നലത്തെ അതേ സാഹചര്യം തന്നെയാണ്. ഇന്നലെ 69,299 തീർത്ഥാടകരാണ് പോലീസിന്റെ കണക്കിൽ സന്നിധാനത്ത് എത്തിയത്. ഇന്നും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. എവിടെയും തിരക്കില്ല, എവിടെയും നിയന്ത്രണങ്ങളില്ല. ആ തീർത്ഥാടകർക്ക് പമ്പ മുതൽ സന്നിധാനം വരെ സുഖമായിട്ട് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇന്നില്ല. വളരെ വേഗത്തിൽ വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗം പേരും കഴിഞ്ഞ ദിവസങ്ങളെ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നിധാനത്ത് തന്നെ തങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. പാണ്ടിത്താവളത്തിലും ആ മേഖലയിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ നിരവധി ഷെഡുകളും പർണശാലകളും ഒക്കെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ തീർത്ഥാടകർ ഇനി ഈ മകരവിളക്ക് കണ്ടതിന് ശേഷം മാത്രമേ മലയിറങ്ങുകയുള്ളൂ. അപ്പോൾ അതിന് വലിയൊരു തിരക്ക് ആ ഒരു മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്ത് വരുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറവാണെങ്കിലും ഇവിടെ തങ്ങുന്ന തീർത്ഥാടകർ അവർ പല തവണയായിട്ട് ദർശനത്തിന് എത്തുന്ന ഒരു സാഹചര്യം. അത്തരത്തിലൊരു ചെറിയ തിരക്ക് മാത്രമാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. എന്നാണെങ്കിലും വലിയൊരു തിരക്ക് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ആ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മകരവിളക്ക് ദിവസം ഏകദേശം 2 ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്ത് ഉണ്ടാകും എന്നൊരു കണക്കൂട്ടലാണ് പോലീസിനും ദേവസ്വം ബോർഡിനും ഉള്ളത്. അത് മുൻനിർത്തിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമായതോടെ തീർത്ഥാടകരെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ആ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തീർത്ഥാടകർക്കെല്ലാം സുഖമായിട്ട് ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എവിടെയും നിയന്ത്രണങ്ങളില്ല, എവിടെയും തടസ്സങ്ങളില്ല. വളരെ വേഗത്തിൽ വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യം. മകരവിളക്കിന്റെ മുന്നൊരുക്കങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. പോലീസിന്റെയും അതേപോലെ RIFന്റെയും കൂടുതൽ ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ വലിയൊരു വിഭാഗം ഇവിടെ തങ്ങും എന്ന ഒരു മുൻകരുതലിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസിന്റെ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നത്. സന്നിധാനത്ത് തിരക്ക് ഇന്ന് വളരെ നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സന്നിധാനത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18.
മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പുറപ്പെടും. യാത്ര പന്തളം വലിയ കോവിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയോടെയാണ് പുറപ്പെടുക. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ബുധനാഴ്ച വൈകിട്ടാണ്. മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ശശിനാരായണൻ ചേരുകയാണ്. ശശിനാരായണൻ, പന്തളവും പരിസരവും ഭക്തിസാന്ദ്രമാണ്. എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ? രഞ്ജിത്തെ, പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് പന്തളം ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കാരണം തിരുവാഭരണം ദർശിക്കാനും കണ്ടുവരുന്നതിനും വേണ്ടി നിരവധി ഭക്തരാണ് പന്തളത്ത് വലിയ ക്ഷേത്രത്തിൽ എത്തുന്നത്. രാവിലെ തന്നെ പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ എത്തിയാണ് സ്വീകരിച്ച് വലിയ ക്ഷേത്രത്തിലെത്തിക്കും. വലിയ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഭക്തർ ദർശനം നടത്തുന്നത്. ഏതായാലും 12 മണി വരെ ഈ ദർശനം ഭക്തർക്ക് ലഭിക്കും. തുടർന്നാണ് തിരുവാഭരണ ഘോഷയാത്ര. തിരുവാഭരണങ്ങൾ പ്രത്യേകം പേടകത്തിലാക്കി അവിടെ നിന്നും ശബരിമലയ്ക്ക് തിരിക്കുക. എന്തായാലും 11 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. 11 മണിയോടുകൂടി തന്നെ പന്തളം കൊട്ടാരത്തിലെ തിരുവോണനാൾ രാമവർമ്മയെ ആദ്യം ഈ തിരുവാഭരണ ഘോഷയാത്ര ഭാഗമായി സ്വീകരിക്കും. 11:30 ഗുരുസ്വാമി മുതുമന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള പേടവാഹ സംഘത്തെയും മണികണ്ഠ ആൽത്തറയിൽ നിന്നും ഈ ഘോഷയാത്രയിൽ പോകുന്നതിന് വേണ്ടി തിരുവാഭരണങ്ങൾ വഹിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കും. അതിനുശേഷം 12:15 പേടവാഹകർക്ക് കൊട്ടാരത്തിലെ വലിയ തമ്പുരാൻ വിഭൂതി നൽകി അനുഗ്രഹിക്കും. 12:25 ക്ഷേത്ര ദർശനം, ഈ തിരുവാഭരണങ്ങൾ ദർശിക്കാനുള്ള ദർശനം അവസാനിപ്പിച്ച് പേടകങ്ങൾ അടച്ച് മേൽശാന്തി പൂജിച്ച ഉടവാൾ രാജപ്രതിനിധിക്ക് നൽകുന്നതോടുകൂടി ഈ ഘോഷയാത്രയുടെ തുടക്കമാവും. അങ്ങനെ ഈ ആചാരപരമായ ചടങ്ങുകൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചതിന് ശേഷമായിരിക്കും 1 മണിയോടുകൂടി ഈ തിരുവാഭരണങ്ങൾ പന്തളം വലിയ ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയ്ക്ക് പുറപ്പെടുക. 14-ാം തീയതി വൈകിട്ടാണ് മകരസംക്രമ നാളിലാണ് ഈ തിരുവാഭരണങ്ങൾ സന്നിധാനത്ത് എത്തിച്ചേരുക. അവിടെ ദേവസ്വം ബോർഡ് ഭാരവാഹികളും തന്ത്രി അടക്കം സ്വീകരിച്ചാണ് ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. എന്തായാലും വിവിധ ഘട്ടങ്ങളിലൂടെ പരമ്പരാഗത പാതയിലൂടെയാണ് തിരുവാഭരണങ്ങൾ ആചാരപരമായ ചടങ്ങുകൂടി അയ്യപ്പന്മാരുടെയും 30 അംഗ തിരുവാഭരണ പേടക സംഘത്തിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ കൂടിയാണ് ഈ തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര പോവുക. എന്തായാലും 1 മണിയോടുകൂടിയാണ് തിരുവാഭരണങ്ങൾ പന്തളത്തിൽ നിന്നും പുറപ്പെടുക. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിൽ നിരവധി ഭക്തർ, അയ്യപ്പന്മാരും അതുപോലെ പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ പന്തളം വലിയ ക്ഷേത്രത്തിൽ ഒഴുകിയെത്തുന്നുണ്ട്. ആ ദർശനത്തിനൊക്കെ ശേഷം പുലർച്ചെ വന്ന ശേഷമാണ് ഈ 12 മണി മുതൽ ഈ ഘോഷയാത്രയ്ക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കാൻ. ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ബൈ ഇലക്ഷൻ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അത് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം വാർഡിലാണ്. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് വിഴിഞ്ഞം വാർഡ്. ഇന്നിപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം കൂടി ജയിച്ച് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 51 സീറ്റിലെത്താനാണ് BJPയുടെ ശ്രമം. ഏത് വിധേനയും വാർഡ് നിലനിർത്തുന്നത് LDFന് അഭിമാന പോരാട്ടമാണ്. ഈ വാർഡ് പിടിച്ചെടുക്കുന്നതിലൂടെ 20 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിക്കുക എന്നുള്ളത്, നേരത്തെയുള്ള സീറ്റുകളെക്കാളും ഇരട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് UDFിൻ്റെയും ലക്ഷ്യമാണ്. 2 മുന്നണികൾക്കും വലിയ വിമതശല്യവുമുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. തൃശൂർ വലപ്പാട് പഞ്ചായത്തിൽ കോൺഗ്രസ് BJP ധാരണയ്ക്ക് പിന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് വോട്ട് മറിച്ചത്. CPMനെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് ചെയ്യാനാണ് നിർദ്ദേശം. DEC സെക്രട്ടറിയാണ് നിർദ്ദേശം നൽകിയത്. ഇതിന് 2 അംഗങ്ങൾ എതിർത്തു. ഇത് അവഗണിച്ച് BJPക്ക് വോട്ട് നൽകി. ഇതിന്റെ ശബ്ദരേഖ പുറത്തു വന്നു. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് ഒന്ന് പോകണം. മാന്നാറിന് സമീപമുള്ള ചെന്നിത്തലയിലെ അദ്വൈതയ്ക്ക് ഇന്ന് 3ാം പിറന്നാളാണ്. ആശംസകളുമായി അമ്മ രശ്മി, അച്ഛൻ അനീഷ് എന്നിവരാണ് ഉള്ളത്. ന്യൂസ് 18ൻ്റെയും വലിയ ഒരു പിറന്നാൾ ആശംസ അദ്വൈത കുട്ടിക്ക് നേരുന്നു. അടൂരിലെ രതീഷിന് ഇന്ന് പിറന്നാളാണ്. രതീഷ് രവിക്ക് പിറന്നാൾ ആശംസ നേരുന്നത് അമ്മ ഉഷയാണ്. എല്ലാ ആശംസകളും രതീഷ് രവിക്ക് ന്യൂസ് 18ൻ്റെ വകയും. ഇതോടെ നമുക്ക് രാവിലെ അവസാനിപ്പിക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.